السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാണ് കുടുംബജീവിതം. കുടുംബം എന്ന വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏറ്റവും ആദ്യമായി നൽകിയ സമ്മാനം ഇൽമാണ്. രണ്ടാമതായി നൽകിയത് ഇണയാണ്. മനുഷ്യനത് ആവശ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഖലഖ്നാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചു എന്നാണ്. ആണും പെണ്ണുമായ ഇണകൾ. ഇവിടെ നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന ഘടകം ഒരാണും ഒരു പെണ്ണുമാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് വലിയ വ്യത്യാസങ്ങളോടുകൂടിയാണ്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മ പ്രസവിച്ചപ്പോൾ അവർ പറഞ്ഞു, റബ്ബി ഇന്നി വദഅതുഹ ഉൻസ, അല്ലാഹു ഞാനൊരു പെൺകുട്ടിയെയാണ് പ്രസവിച്ചത്. കാരണം അവരെ പ്രതീക്ഷിച്ചത് ഒരു ആൺകുട്ടിയായിരുന്നു. അവർ നേർന്നത് ഒരു ആൺകുട്ടിയായിരുന്നു. പക്ഷേ അവർക്ക് കിട്ടിയതൊരു പെൺകുട്ടിയാണ്. വല്ലാഹു അലം ബിമാ വദഅതു, അല്ലാഹു പറയാണ് അവർ പ്രസവിച്ചതെക്കുറിച്ച് കൃത്യമായി അല്ലാഹുവിനറിയാം. വലൈസ ദക്കറു കൽ ഉൻസ, ഒരിക്കലും എന്തല്ല പെൺകുട്ടി ആൺകുട്ടിയെ പോലെയല്ല. ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏതാനും വ്യത്യാസങ്ങൾ, ഒരു 3-4 വ്യത്യാസങ്ങൾ, ആണും പെണ്ണും തമ്മിലുള്ള ഒരു 3-4 മനഃശാസ്ത്രപരമായ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ
നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാൻ. ഒരുപാട് വ്യത്യാസങ്ങൾ എല്ലാം കൂടി ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റൂല. പക്ഷെ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന കുറേ വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങളിൽ ചിലത് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആൺകുട്ടികൾക്ക്, ഇനി വിവാഹ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം അത് വളരെ ഉപകാരപ്രദമാണ്. ഒന്നാമത്തത്, നമ്മൾ സ്ഥിരമായി കാണാറുണ്ട്, എന്താണ്, ഈ സ്ത്രീകളുടെ തലച്ചോറെന്ന് പറയുന്നത് അതിൽ വൈറ്റ് ഗ്രേ കൂടുതലാണ്, വൈറ്റ് മാറ്റർ കൂടുതലാണ്. അതായത് തലച്ചോറിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് മൾട്ടി ടാസ്കിങ് എബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. മൾട്ടി ടാസ്കിങ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ അരി അരക്കാൻ മിക്സിയിൽ വെച്ചിട്ടുണ്ടാവും, വെള്ളം അടുപ്പത്തുനിന്ന് ചൂടാവുന്നുണ്ടാവും, പിന്നെ കുട്ടികൾ ടൈം ടേബിൾ ഒരു ഭാഗത്ത് നിന്ന് എടുത്തു വെക്കുന്നുണ്ടാവും, ഇസ്തിരി ഒരു ഭാഗത്ത് നിട്ടിങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടാവും, അതേസമയം തന്നെ ചിലപ്പോൾ ചോറിനുള്ള വെള്ളം തിളക്കുന്നുണ്ടാവും. ഇങ്ങനെ 5-8 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള കഴിവ് പടച്ചവൻ അവർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കാണുന്നതാണ്. പക്ഷേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സമയം ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ജനറലായിട്ട് കേട്ടോ, ഇനി ഒരു സമയം കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പുരുഷന്മാർ ഉണ്ടല്ലോ, എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞോട് ചോദിക്കാൻ നിൽക്കണ്ട, ഉണ്ടാവും. പക്ഷെ സാധാരണഗതിയിൽ അള്ളാഹുവിൻ്റെ പടപ്പ് എങ്ങനെയാണ്, ജനറലായിട്ട് പുരുഷൻ ഒരു കാര്യം ഒരു നേരം ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ കാര്യം കൂടുതൽ പെർഫെക്റ്റ് ആക്കാനാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ശ്രമിക്കുക. പക്ഷെ സ്ത്രീ അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ അവൾക്ക് കഴിയുകയും ചെയ്യും, അവളത് ചെയ്യുകയും ചെയ്യും. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഫോണിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഭാര്യ വന്നിട്ട് ചോദിക്കും, ഞാൻ പഞ്ചാര വാങ്ങിക്കാൻ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലേ? അപ്പോൾ അയാൾ ചിലപ്പോൾ കേൾക്കൂല, കാരണം അയാൾ വേറെ ശ്രദ്ധയിലാണ്. അപ്പോൾ ഇവൾ ദേഷ്യം പിടിക്കും, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ ചെവിക്കെന്തോ കുഴപ്പമുണ്ടോ? ഇങ്ങനെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ത്രീകൾ ഫോൺ നോക്കുകയാണെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ശ്രദ്ധിക്കാനും റിപ്ലൈ ചെയ്യാനും പറ്റും, അതോടൊപ്പം ഇവിടെ കാര്യങ്ങൾ നടത്താനും പറ്റും. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അപ്പോൾ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട എന്താണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ ഭർത്താവ് യെസ് മൂളുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് മറുപടി പറയുന്നില്ലെങ്കിൽ നിങ്ങൾ അവഗണിക്കുന്നതല്ല, അള്ളാൻ്റെ പടപ്പ് അങ്ങനെയാണ്. പുരുഷൻ ഒരു നേരത്ത് ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, സ്ത്രീക്ക് ഒരു നേരത്ത് പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്രപരമായ ഡിഫറൻസാണ്, സ്ത്രീകൾക്ക് EQ ഭയങ്കര കൂടുതലായിരിക്കും. EQ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കോഷ്യൻ്റ് എന്നാണ് അതിന് പറയുക. പുരുഷന്മാർക്ക് അധിക ആളുകൾക്കും IQ കൂടുതലായിരിക്കും, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വാഗ്വാദം തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു പ്രശ്നം തുടങ്ങുകയാണ്, ഒരു കുഴപ്പം തുടങ്ങുകയാണ്. ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും തന്നെ തമ്മിൽ പ്രശ്നം തുടങ്ങുകയാണ്, ഭയങ്കര കച്ചറ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ അത് കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ സ്ത്രീകളുടെ പക്ഷത്ത് കൂടും, പുരുഷന്മാരുടെ പക്ഷത്ത് കൂടില്ല. കാരണം അവർ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളും അവരുടെ ചലനങ്ങളും അവരുടെ മുഖവും എല്ലാം അവരെ സപ്പോർട്ട് ചെയ്യും. കൂടുതൽ ഇമോഷണലായിട്ട് സംസാരിക്കാൻ അവരെ കൊണ്ട് പറ്റും. സ്വിച്ചിട്ട പോലെ കരയാൻ പറ്റും. ആണുങ്ങളൊന്ന് കരയണമെങ്കിൽ വലിയ പാടാണ്. ഇപ്പം കരയണം എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് കരയാൻ സ്ത്രീകൾക്ക് പറ്റും, പക്ഷെ പുരുഷന്മാർക്ക് അത് പറ്റൂല. അവർക്ക് കൂടുതൽ ഇമോഷണലായ കാര്യങ്ങൾ പെട്ടെന്ന് പ്രകടിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കുട്ടികളിങ്ങനെ വാവിട്ട് കരയുമ്പോൾ ഉപ്പ വന്നിട്ട് എന്തു മോനെ ചക്കരയെ പാലേ തേനെന്ന് പറഞ്ഞാൽ ചിലപ്പം ഉണ്ടാക്കൂല, ഉമ്മെന്ന് എടുത്താൽ മതി, അവിടെ കുട്ടി അടങ്ങും. കാരണം എന്താ വെച്ചാൽ അവരുടെ മുഖത്തിലൂടെ അവരുടെ പെരുമാറ്റത്തിലൂടെ സംസാരത്തിലൂടെ എല്ലാം അവർക്ക് ചില മെസ്സേജുകൾ, കേൾക്കാത്ത കാണാത്ത ചില മെസ്സേജുകൾ കൈമാറാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു അവർക്ക് നൽകുന്ന വലിയൊരു കഴിവാണത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന് ഒരുപാട് ദ്രോഹം വരുത്തിയ കഅബ് ഇബ്നു അഷ്റഫ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്ക് വധശിക്ഷ വിധിച്ചു. എന്നിട്ട് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് സഹാബികളെ പറഞ്ഞയച്ചു. അങ്ങനെ ആ സഹാബികൾ വന്നിട്ട് അയാളുടെ വീട്ടിൻ്റെ താഴെ നിന്നിട്ട് അയാളെ വിളിക്കുകയാണ്. അയാളെ സൗഹാർദ്ദം നടിച്ചിട്ട് വിളിക്കുകയാണ്. അയാളെ പുറത്തിറക്കി കിട്ടണമല്ലോ, വീട്ടിൽ കുടുംബത്തിന് മുന്നിൽ നിന്ന് വധശിക്ഷ നടപ്പാക്കാൻ പറ്റില്ല. ഇത് മദീനയിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ. ആ വിളി കേൾക്കുമ്പോൾ അയാളുടെ ഭാര്യ അയാളോട് പറഞ്ഞു, നിങ്ങൾ പോണ്ട കേട്ടോ, എന്തോ ഒരു അപകടം ഇതിലുണ്ട്. ഇത് ചരിത്രത്തിലുള്ളതാണ്. എന്തോ ഒരു അപകടം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, നിങ്ങൾ പോണ്ടാന്ന് അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾ തിരിച്ചു പറഞ്ഞു, നിങ്ങൾക്കെന്താ, ഒരു പ്രശ്നമില്ല, അവർ കൂട്ടുകൂടാൻ വിളിക്കുന്നല്ലേ, അവളെന്തെങ്കിലും രാത്രി സൊറ പറഞ്ഞിരിക്കാനൊക്കെ. എന്നിട്ട് അയാൾ പോയി എന്നാണ്. അയാൾ വധിക്കപ്പെട്ടു. പറഞ്ഞു വരുന്നത്, സ്ത്രീകളുടെ ഇൻറ്റ്യൂഷൻ പലപ്പോഴും കൃത്യമായിരിക്കും. കാരണം ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഭാര്യ പറയാണ്,
അയാൾ എന്തോ ശരിയില്ല കേട്ടോ, അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ശരിയായിരിക്കും. കാരണം അവർക്ക് പെട്ടെന്ന് ആളുകൾ ഇമോഷണാലിറ്റി ഫേക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരാൾ വികാരം ഫേക്ക് ചെയ്യുകയാണ്, ഒരാൾ ആവശ്യമില്ലാത്ത ഒരു ഉള്ളിലില്ലാത്തത് പുറത്ത് നടിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ മനസ്സിലാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരത് ഫേക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരത് ഫേക്ക് ചെയ്യുന്ന ആളുകളാണ്, ഉണ്ടാക്കി അഭിനയിക്കുന്ന ആളുകളാണ് എത്രയും എഫക്റ്റീവായിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും, ഏത് വിഷയങ്ങളിലായാലും വൈകാരികമായ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? സ്ത്രീകൾക്കുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഷയം, വൈകാരികമായ സപ്പോർട്ടിൻ്റെ വിഷയത്തുമ്പോൾ ഒരു പുരുഷൻ അയാളുടെ പ്രശ്നങ്ങൾ ഒരാളോട് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രശ്നം ഒരാളോട് പറയുക? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അത് മറ്റുള്ളവരത് ഷെയർ ചെയ്യുക? പുരുഷൻ അവിടെ ഓരോ പ്രശ്നങ്ങളും പറയുന്നത് സൊല്യൂഷന് വേണ്ടിയിട്ടാണ്. പരിഹാരം ഉണ്ടാവണം, ഈ പ്രശ്നം തീരണം, എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടാവണം. ഇതിനു വേണ്ടിയിട്ടാണ് പുരുഷന്മാർ സാധാരണ അവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുക. എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ, വീട്ടുജോലിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ്, എന്തൊരു പണിയാണ്, നടു ഒടിഞ്ഞു പോയി, കഴിയുന്നില്ല, കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല, ഈ പ്രശ്നങ്ങൾ പലപ്പോഴും ഒരു മിക്കവാറും 90% അവർ പറയുന്നത് നിങ്ങൾ സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കുക? ശരിയാണ്, ഞാനത് കാണുന്നുണ്ട്, എന്താ ചെയ്യുക, നിന്റെ ത്യാഗം, നിന്റെ പ്രയാസം അതൊക്കെ വലുതാണ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്ന രീതിയിലുള്ള സംസാരമാണ് സാധാരണഗതിയിൽ അവർ ആഗ്രഹിക്കുക. പക്ഷേ പുരുഷന്മാരെന്താ കൊടുക്കുക? ഇപ്പോൾ പറയാണ് രാവിലെ ഭക്ഷണം ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, നാസ്ത ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, മീൻ ഉണ്ടാക്കണം, കോഴി ഉണ്ടാക്കണം. ഇതൊക്കെ അവരിങ്ങനെ പരാതി പറയുമ്പോൾ പുരുഷൻ മനസ്സിലാക്കുക, ഇവളീ പരാതി പറയുന്നത് എൻ്റെ അടുത്ത് നിന്ന് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരുടെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. എന്താ, നിനക്ക് കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കിയാൽ പോരെ, നിങ്ങൾക്ക് ഉച്ചക്കൊരു കറി നീട്ടി വെച്ചാൽ പോരെ, എന്നിട്ട് രാത്രിയും കൂട്ടിക്കൂടെ? അപ്പോൾ അവർ പറയും നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എണീച്ച് പോകും. അങ്ങനെയാണ് തെറ്റലുണ്ടാവുക. കാരണം അവർക്ക് കിട്ടേണ്ടത് അതല്ല, അവർക്ക് കിട്ടേണ്ടത് അംഗീകാരമാണ്, സപ്പോർട്ടാണ്. പക്ഷേ പുരുഷൻ അവനെന്താണോ ഒരു കാര്യം പറയുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത്, അവനെന്താണോ ഒരു പ്രശ്നം പറയുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത്, അതേ കാര്യമാണ് അവൻ തിരിച്ചു കൊടുക്കുക. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ആണുങ്ങളും മനസ്സിലാക്കണം, പെണ്ണുങ്ങളും മനസ്സിലാക്കണം. സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് പുരുഷൻ ആ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് പരിഹാരം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അവർ വിചാരിക്കുന്നുകൊണ്ടാണ്. സ്ത്രീകൾ എന്തുകൊണ്ടാണ് ദേഷ്യം പിടിച്ചു പോകുന്നത്? നിങ്ങളുടെ പരിഹാരം മോശമായതുകൊണ്ടല്ല, അവർക്ക് വേണ്ടത് പരിഹാരമല്ല, സപ്പോർട്ടാണ്, അംഗീകാരമാണ്. അവരത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന ചിന്തയാണ് അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. ഈ ഒരു ഡിഫറൻസ് ശരിക്കും കുടുംബജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അധിക പ്രശ്നങ്ങൾക്കും വഴക്കിനും കാരണം ഇത് മനസ്സിലാക്കാത്തതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഓർമ്മശക്തി, സ്ത്രീകളുടെ ഓർമ്മശക്തി പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തും. പണ്ട് പറയാറുണ്ട്, ഒരു സ്ഥലത്തുനിന്ന് കേട്ടതാണ്, പണ്ടൊരു മാഷ്, അദ്ദേഹം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല ആളുകളും, അദ്ദേഹം സ്കൂളിൽ ഇങ്ങനെ ജോലി ചെയ്ത് തിരിച്ച് രാത്രി വന്നപ്പോൾ, അദ്ദേഹത്തിന് അന്നേരം ഒരു 10-30 വയസ്സുണ്ടാവും. രാത്രി ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യ ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയുണ്ട് സ്കൂളൊക്കെ, ജോലിയൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നൊരു പുതിയ ടീച്ചർ വന്നു, ലിസ എന്നാണ് ആ ടീച്ചറുടെ പേര്. ലിസ ടീച്ചർ എങ്ങനെയുണ്ട്, നല്ലതാണോ? മീശ ഉണ്ട് ടീച്ചർക്ക് കുറച്ചെന്ന് പറഞ്ഞു, ചെറിയ പൊടിമീശ ഉണ്ട് ടീച്ചർക്ക് എന്ന് പറഞ്ഞു. ആ കോൺവെർസേഷൻ അവിടെ അവസാനിച്ചു, ആ സംസാരം അവിടെ അവസാനിച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇയാൾ സ്കൂളിൽ നിന്നൊക്കെ റിട്ടയർഡായി, കുറേ കാലം കഴിഞ്ഞു, വയസ്സായി. അപ്പോൾ ഒരു ദിവസം രാത്രി പള്ളിയിൽ നിന്നെന്തോ തിരിച്ചു വരുമ്പോൾ ഇയാൾ പുറത്തുള്ള ഇഷ്ടിക തടഞ്ഞിട്ട് വീണിട്ട് കൈയെല്ലാം പൊട്ടി കട്ടിൻ്റെ മേലെ ഇങ്ങനെ കിടക്കുമ്പോൾ ഭാര്യ വന്നിട്ട് പറയാം, ലിസ ടീച്ചറെ മീശ കാണാൻ പറ്റും, ആ ഇഷ്ടിക നിങ്ങളെ കണ്ണിപ്പെട്ടിട്ടില്ലല്ലേ? ഇങ്ങനെയുള്ള പല വാക്കുകൾ ശരിക്കും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ചെറിയ കാര്യങ്ങളുമൊക്കെ അവർക്ക് വളരെ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവും. അതായത് ഇമോഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏത് വിഷയങ്ങളും, വൈകാരികമായ പ്രാധാന്യമുള്ള ഏത് വിഷയങ്ങളും അവർ കൃത്യമായി ഓർക്കും. പക്ഷേ ആണുങ്ങൾക്ക് പലപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല. ജീവിതത്തിൻ്റെ പല സുപ്രധാനമായ കാര്യങ്ങളും പുരുഷന്മാർക്ക് ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും? റിമൈൻഡർ വെക്കേണ്ടി വരും. പക്ഷേ സ്ത്രീകൾക്ക് അതിൻ്റെ റിമൈൻഡറിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ജീവിതത്തിൽ മർമ്മപ്രധാനമായ ഡേറ്റുകളൊക്കെ അവർക്ക് കൃത്യമായി ഓർമ്മ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ ഡേറ്റ് പലപ്പോഴും നമ്മുടെ ഭാര്യമാരോടോ ഉമ്മമാരോടൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും, വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോഴും എൻ്റെയൊക്കെ വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും പോയതോ വന്നതോ ഒക്കെ ഡേറ്റ് അറിയണമെങ്കിൽ പാപ്പാനോട് ചോദിച്ചാൽ കിട്ടൂല. പക്ഷെ ഉമ്മാനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇന്ന ഡേറ്റിന് പോയി, ഇന്ന ഡേറ്റിന് വന്നു, ഇത്ര നാൾ അവിടെ നിന്നു, കൃത്യമായിട്ട് പറഞ്ഞുതരും.
അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ഒരു ഡിഫറൻസാണ്. ഞാനിത് പറയുന്നത് വെറുതെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. സ്ത്രീയും പുരുഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് ഭൂഖണ്ഡങ്ങളാണ്. വലിയ വ്യത്യാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണ് വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അവർ പരസ്പരം പൂരകങ്ങളാകുന്നതിന് വേണ്ടിയാണ്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. പല കുറവുകളും പുരുഷനുണ്ട്. ആ കുറവുകൾക്ക് മുന്നിൽ വസ്ത്രമായി നിൽക്കേണ്ടത് സ്ത്രീയുടെ ബാധ്യതയാണ്. പല കുറവുകളും സ്ത്രീകൾക്കുമുണ്ട്. ആ കുറവുകളിൽ വസ്ത്രമായി മാറേണ്ടത് പുരുഷന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഈ ഡിഫറൻസുകൾ മുഴുവൻ ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം വിവാഹത്തിന്റെ വിഷയത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശനം മുന്നോട്ട് വെച്ചത്. ഒരു വരനെ അന്വേഷിക്കുമ്പോൾ, ഒരു വധുവിനെ അന്വേഷിക്കുമ്പോൾ അവിടെ എടുക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് വരനെ അന്വേഷിക്കേണ്ടത്, ഏത് രീതിയിലാണ് വധുവിനെ അന്വേഷിക്കേണ്ടത് എന്നെല്ലാം വളരെ കൃത്യമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടുക. ഏതൊക്കെയാണ് കാര്യങ്ങൾ? അവളുടെ സൗന്ദര്യമാണ്, 2 അവളുടെ സമ്പത്താണ്, തറവാടിത്തമാണ്, ദീനാണ്. സമ്പത്തും തറവാടിത്തവും സൗന്ദര്യമൊന്നും നോക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിലൊന്നും നിങ്ങൾ നിർബന്ധം അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധം പിടിക്കുക, വേണമെങ്കിൽ നിർബന്ധം പിടിക്കണ്ട. സൗന്ദര്യമുള്ള പെണ്ണിനെ ഞാൻ കിട്ടുമെന്ന് ഒരാൾ പറഞ്ഞാൽ അത് അയാളുടെ ഇഷ്ടമാണ്. പൈസ ഉള്ള തറവാട്ടിലെ ഞാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു അല്പത്തരാണെങ്കിലും അതും അയാളുടെ ഇഷ്ടമാണ്. വലിയ തറവാട്ടിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ അതും അയാളുടെ ഇഷ്ടമാണ്. ഇതൊന്നും ഇസ്ലാം വിലക്കുന്നില്ല. പക്ഷേ ഈ വിഷയങ്ങളിലെല്ലാം ഇതൊക്കെ വരുമ്പോൾ ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ നിർബന്ധം പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടനവധി സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ജുലൈബിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയാം. എന്താണ് ജുലൈബിബ് റളിയല്ലാഹുവിന്റെ സംഭവം? അദ്ദേഹം കുറിയ ഒരു മനുഷ്യനാണ്, കറുത്ത മനുഷ്യനാണ്, സൗന്ദര്യമില്ലാത്ത മനുഷ്യനാണ്. ആ മനുഷ്യനെ അൻസാരികളിൽപ്പെട്ട അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കാൻ. അപ്പോൾ വീട്ടിന്റെ പുറത്ത് നിൽക്കുന്ന ഉപ്പ ചോദിക്കാണ്, അല്ല ചങ്ങായി, നിന്റെ കോലം നിനക്കറിയില്ലേ? നീ കുറുന്നിട്ടാണ്, കറുത്തിട്ടാണ്, നിനക്ക് തറവാടില്ല, നിനക്ക് ജോലിയില്ല, പൈസ ഇല്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരാ എന്ന് പറഞ്ഞ് ആ ജുലൈബിബിനെ തിരിച്ചുവിട്ടപ്പോൾ അകത്ത് നിന്ന് ആ സ്വഹാബ വനിത ആരെയാണോ കല്യാണം ആലോചിച്ചത് ആ പുതിയ പെണ്ണ് ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്, എൻ്റെ ബാപ്പ, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ബാപ്പ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഒരു ചോയ്സ് എടുക്കാൻ മുസ്ലിം പെണ്ണിനോ ആണിനോ പാടുള്ളതല്ല എന്ന് പറഞ്ഞ് ജുലൈബിബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു എന്നാണ്. ഇത് സഹാബികളുടെ മാതൃകയാണ്. അവിടെ നോക്കിയത് ദീന് മാത്രമാണ്, ദീനിന് ഇഷ്ടം മാത്രമാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കല്യാണ ആലോചന വന്നപ്പോൾ വന്നത് വലിയ തറവാട്ടുകാരാണ്, ഖുറൈശികളാണ്, പേര് കേട്ട തറവാട്ടുകാരാണ്. പണം കൊണ്ടും സമ്പത്ത് കൊണ്ടൊക്കെ അള്ളാഹു അനുഗ്രഹിച്ചവർ. അവർ വന്നിട്ട് റസൂലുള്ളാഹിനോട് കല്യാണം ആലോചിച്ചു. റസൂലുള്ള തിരിച്ചവരോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരോട് ചോദിക്കാണ്, ബിലാൽ നിങ്ങൾക്ക് കുഫ് വെക്കുമോ, ബിലാൽ നിങ്ങൾക്ക് ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല. റസൂൽ തിരിച്ചു ചോദിച്ചു, എന്ത് പ്രശ്നമില്ല, എന്ത് പ്രശ്നമില്ല? അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ബിലാലിന് തറവാടില്ല, സമ്പത്തില്ല, സൗന്ദര്യമില്ല എന്നതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കതൊരു വിഷയമല്ല എന്നവർ തിരിച്ചു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചവരോട് പറഞ്ഞു എന്നാണ്, ബിലാലിനെ നിങ്ങൾക്ക് പറ്റുമോ എന്നല്ല ചോദിച്ചത്, നിങ്ങളുടെ മകളെ ബിലാലിന് പറ്റുമോ എന്നാണ് ചോദിച്ചത്. കാരണം ബിലാൽ അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ മനുഷ്യനാണ്, ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്തത സഹചാരിയാണ്, എപ്പോഴും ചാരത്തുണ്ടാകുന്നവനാണ്. ആ ബിലാലിനെ പോലെയുള്ള ഒരു മനുഷ്യനെ വിവാഹം കഴിക്കാൻ മാത്രമുള്ള ക്വാളിറ്റി നിങ്ങളുടെ മകൾക്കുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു. ഞാൻ ഇവിടെയുള്ള വിഷയം നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്. ഈ വിഷയത്തിൽ, വിവാഹ ആലോചനയുടെ വിഷയത്തിൽ, വിവാഹ മാർക്കറ്റുള്ളത്, ഡിമാൻഡ് ഉള്ളത് ആർക്കാണ് എന്ന് വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് വെച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭവം നമുക്കറിയാലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ വേണ്ടി മക്കത്തേക്ക് വരികയാണ്. വളരെ വിരലെണ്ണാവുന്ന അത്രയും തവണ മാത്രമേ ഇബ്രാഹിം നബി മക്കത്തേക്ക് വന്നിട്ടുള്ളൂ. വളരെ കുറച്ച്, ഒരു 4-5 തവണ മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ 2ാമത്തെയോ 3ാമത്തെയോ തവണയാണ് ഇബ്രാഹിം നബി കാണാൻ വരുന്നത്. ആ സമയമാകുമ്പോഴേക്ക് ഇസ്മായിൽ നബിയുടെ വിവാഹമൊക്കെ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുടുംബജീവിതം തുടങ്ങിയിട്ടുണ്ട്. ഇസ്മായിൽ നബിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉള്ളത് ആരാണ്? ഇസ്മായിൽ നബിയുടെ ഭാര്യയാണ്. ഭാര്യയോട് ചോദിച്ചു, എവിടെ ഇസ്മായിൽ പോയത്? പുറത്തു പോയതാണ്, ഒരാവശ്യത്തിന് പോയതാണ്. എന്തുണ്ട് ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ജീവിതം ഭയങ്കര പ്രയാസത്തിലാണ്, കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഇറച്ചിയും മാത്രമേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, വേറൊന്നും കുടിക്കാനും കഴിക്കാനും ഇല്ല, അങ്ങനെ പോവാണ് എന്ന്
എന്നൊക്കെ പറഞ്ഞു കുറേ പരാതികൾ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇസ്മായിൽ തിരിച്ചു വരുമ്പോൾ നീ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരാൾ, ഒരു വൃദ്ധനായ മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹം ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നീ ഒന്ന് അദ്ദേഹത്തോട് പറയണം, എന്നിട്ട് വീടിൻ്റെ ഉമ്മറപ്പടി ഒന്ന് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു എന്നും കൂടി പറയണം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നിരുന്നു, നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള, താടിയൊക്കെ നരച്ച വൃദ്ധനായ ഒരു മനുഷ്യൻ. പറഞ്ഞപ്പോൾ തന്നെ ഇസ്മായിൽ നബിക്ക് മനസ്സിലായി വന്നത് തൻ്റെ പിതാവാണ്, ഉപ്പയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം എന്നോട് വിശേഷങ്ങൾ ചോദിച്ചു, ഞാൻ നമ്മുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം വീടിൻ്റെ ഉമ്മറപ്പടി മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആ ഉമ്മറപ്പടി മറ്റാരുമല്ല, നീയാണ്. നിന്നെ മാറ്റാനാണ് പറഞ്ഞത്, നീയുമായിട്ടുള്ള ജീവിതം അവസാനിപ്പിക്കാനാണ് എൻ്റെ ഉപ്പ പറഞ്ഞിട്ട് പോയത്, അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് വിവാഹ ജീവിതം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു എന്നാണ്. എന്നിട്ട് അടുത്ത വട്ടം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും കാണാൻ വരുമ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത വിവാഹം കഴിഞ്ഞിരുന്നു, അടുത്ത രണ്ടാമത്തെ ഭാര്യയാണുള്ളത്. അങ്ങനെ ഇബ്രാഹിം നബി വീട്ടിലേക്ക് വന്നു. അപ്പോഴും ഇസ്മായിൽ നബി വീട്ടിലില്ല. വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ആ ഭാര്യ മറുപടി പറഞ്ഞു, അൽഹംദുലില്ലാ, കുടിക്കാൻ നല്ല വെള്ളമുണ്ട്, കഴിക്കാൻ നല്ല ഇറച്ചിയുണ്ട്, മാംസമുണ്ട്, വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, ഒരു കുഴപ്പമില്ല, സുഭിക്ഷമാണ്, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഭാര്യ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയണം, ഈ വീടിൻ്റെ ഉമ്മറപ്പടി ഉറപ്പിച്ച് നിർത്താൻ ഞാൻ അവനോട് പറഞ്ഞെന്ന് പറയണം എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോയി എന്നാണ്. ഇസ്മായിൽ നബി വന്നപ്പോൾ ഇസ്മായിൽ നബിയോട് അതുപോലെ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, വേറെ എന്തെങ്കിലും പറഞ്ഞു? വീടിൻ്റെ ഉമ്മറപ്പടി ഉറപ്പിച്ച് നിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആ ഉമ്മറപ്പടി നീയാണ്, നീ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയെ അഭിനന്ദിച്ചു എന്നാണ്. ഇത് സഹിഹായ ഹദീസിൽ വന്നൊരു സംഭവമാണ്. ഇത് ഈ രണ്ട് പെണ്ണും രണ്ട് മെൻറ്റാലിറ്റിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചില സ്ത്രീകൾ വീട്ടിൽ കാറുണ്ടെങ്കിലും അപ്പുറത്തെ വീട്ടിലെ കാറാണ് നോക്കുക. അപ്പോൾ വീട്ടിലൊരു ആൾട്ടോ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പുറത്തെ വീട്ടിൽ അവിടെ ഇന്നോവ ആണല്ലോ, എന്നിട്ട് ഭർത്താവിനോടൊന്ന് പരാതി പറയും, നിങ്ങൾക്കൊരു ഇന്നോവ എടുത്തുകൂടെ മനുഷ്യ, ഇവിടെ ആൾട്ടോ അല്ലേ ഉള്ളൂ, എന്തൊരു കഷ്ടമാണ്. വേറെ തരം സ്ത്രീകൾ എന്താണ് നോക്കുക, വീട്ടിൽ ആൾട്ടോ ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ നോക്കും, എന്നിട്ട് പറയും അൽഹംദുലില്ലാ അവിടെ ബൈക്കേ ഉള്ളൂ കേട്ടോ, നമുക്കൊരു കാറെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ബൈക്കെങ്കിലും ഉണ്ട്, അവർ നടന്നിട്ടാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോയി ബസ് കയറുന്നത്. ദുനിയവ്യായ വിഷയങ്ങളിൽ എപ്പോഴും താഴേക്ക് നോക്കി സംതൃപ്തി അടാനുള്ളൊരു മനസ്സ് ഒരു പെണ്ണിന് ദീന് കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, പടച്ചോനെ പേടി കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും ഉണ്ടാവില്ല. സഹാബത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഭക്ഷണത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് സഹാബ വനിതകൾ വാതിൽക്കൽ നിന്നിട്ട് പറഞ്ഞ എന്താണ്, വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ കയ്യിലൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഒന്നും കൊണ്ടുവരണ്ട, ഒരു ഭക്ഷണം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഹറാമിൻ്റെ നാണയത്തുട്ടുകളുമായി നിങ്ങൾ ഇങ്ങോട്ട് ഒരിക്കലും വരരുത് എന്ന ശക്തമായ താക്കീത് നൽകിയിട്ടാണ് ആ ഭാര്യമാർ പറഞ്ഞയച്ചത്. ഇന്ന് നമ്മുടെ ഭാര്യമാർ അവസ്ഥ എന്താ? കുടുംബത്തിലൊരു കുടിയലുണ്ടാകുമ്പോൾ അവിടെ ഫർണിച്ചർ വാങ്ങിച്ചു കൊടുക്കണം, കുടുംബത്തിൽ ഏതെങ്കിലും കല്യാണം ഉണ്ടാകുമ്പോൾ നമുക്ക് അവരിങ്ങനെ തന്നിട്ടില്ലേ, അതുകൊണ്ട് 1.5 പവനെങ്കിലും എന്തായാലും കൊടുക്കണം. അതെങ്ങനെ ഉണ്ടായി അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ കട്ടാലും കുഴപ്പമില്ല, കൊള്ളടിച്ചാലും കുഴപ്പമില്ല, ചതിച്ചാലും കുഴപ്പമില്ല, വഞ്ചിച്ചാലും കുഴപ്പമില്ല, എനിക്ക് നാണകട വയ്യ, നാടക്കേട് നടക്കൂല. വീട്ടിൽ തക്കാരം നടത്തുമ്പോൾ അന്ന് അവിടെ പോയപ്പോൾ ഉണ്ടായില്ലേ, ആ വിഭവങ്ങൾ മുഴുവൻ നമ്മൾ ഉണ്ടാക്കണം. അവിടെ 4 തരം പുഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ 8 തരം വേണം. അത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയാലും പ്രശ്നമില്ല എന്ന നിലപാടുകളാണ് ഭൂരിഭാഗം സ്ത്രീകൾ എടുക്കുക. ആ നിലപാട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്ത്, ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനിനെ നിങ്ങൾ നിർബന്ധം പിടിക്കണം എന്നാണ്. ചില വയസ്സന്മാർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവർ ടൗണിൽ നിന്ന് പോകില്ല, ചിലപ്പം ബസ് സ്റ്റാൻഡിലായിരിക്കും അല്ലെങ്കിൽ പള്ളിയിലായിരിക്കും, അവർ വീട്ടിലേക്ക് പോകില്ല. കാരണം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയാണ്, അവരൊന്നും പരിഗണിക്കുന്നില്ല. അവർക്കുള്ള ഒരു സ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വാച്ച്മാൻ്റെ പണിയാണ്. വീട്ടിലിങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുക, ഉമ്മയും മക്കളും കൂടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നല്ല ചർച്ചകളും എല്ലാം ഉണ്ട്, വാപ്പ ഒരു ചിത്രത്തിലും ഇല്ല, ഒരു രംഗത്തും ഇല്ല. ഇത് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നതാണ്, ഇങ്ങനെ ഒരു ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആണായാലും പെണ്ണായാലും ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നിർബന്ധം പിടിക്കണം എന്ന് പറയുന്നത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാർ, കല്യാണം കഴിയാത്തവരാണെങ്കിൽ ഏത് വിഷയത്തിന് നിങ്ങൾ പ്രാമുഖ്യം നൽകുന്നതിൻ്റെ മുമ്പേയും നിങ്ങൾ ദീനിന് പ്രാമുഖ്യം നൽകണം. ഇവിടെയുള്ള രക്ഷിതാക്കൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ആണായാലും പെണ്ണായാലും ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾ പ്രാധാന്യം നൽകേണ്ട
ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മനഃശാസ്ത്രജ്ഞർ വിവാഹ ജീവിതത്തെ 7 ഘട്ടമായി തരംതിരിച്ചിട്ടുണ്ടെന്നാണ്. 7 ഘട്ടമുണ്ട് വിവാഹ ജീവിതത്തിന്, 7 ഘട്ടങ്ങൾ. ആ എല്ലാ ഘട്ടത്തിലുള്ള ആൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാ ഘട്ടത്തിലുള്ള ആളുകൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. 7 ഘട്ടങ്ങൾ വിവാഹ ജീവിതത്തിനുണ്ട്. ഏതൊക്കെയാണ് ആ 7 ഘട്ടങ്ങൾ? ആ 7 ഘട്ടങ്ങൾ ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും പരിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകളും ഈ മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ കണ്ടെത്തലുകളുമെല്ലാം ഏറ്റവും നന്നായി യോജിച്ചു പോകുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ 7 ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടത്തിന് പാഷൻ സ്റ്റേജ് എന്നാണ് പറയുക. ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വല്ലാത്ത ഒരു അനുഭൂതിയായിരിക്കും. അതായത് പരസ്പരം നോക്കുന്ന സമയത്ത് വരെ ഒരു ഭയങ്കര തീവ്രതയായിരിക്കും. കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. അത് പിന്നീട് ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം നമ്മുടെ തലച്ചോറിൽ നിന്ന് അമിതമായ അളവിൽ ഓക്സിറ്റോസിൻ, ഡോപ്പാമൈൻ പോലെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ഈ സ്റ്റേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആണിനും പെണ്ണിനും പരസ്പരമുള്ള ഒരു കുറവുകളും കാണാൻ പറ്റൂല. പെർഫെക്റ്റ് ആയിരിക്കും. ഒരു കുറവും പറഞ്ഞാൽ തലയ്ക്കറിയില്ല. ഇപ്പോൾ അന്യമതസ്ഥർ തമ്മിൽ പ്രേമിക്കുന്നുണ്ടല്ലോ, ആ പ്രേമിക്കുന്ന സമയത്ത് അവരോട് നമ്മൾ സാധാരണഗതിയിൽ എന്താണ് പറഞ്ഞു കൊടുക്കുക? നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നും, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ വരാനുണ്ട്, വലിയ കുഴപ്പങ്ങൾ വരാനുണ്ട്. കുട്ടികൾ ജനിക്കുമ്പോൾ ചിലപ്പോൾ അവൾക്ക് അവളുടെ മതത്തിലാക്കേണ്ടി വരും, നിനക്ക് നിൻ്റെ മതത്തിലാക്കേണ്ടി വരും. അതുപോലെ വിഷയങ്ങളുണ്ടാവും. ഉമ്മ നാണം കെടും, വാപ്പ നാണം കെടും, കുടുംബക്കാർ നാണം കെടും, സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഒറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തലയിൽ കയറൂല. കാരണം ഈ ഒരു ഓക്സിറ്റോസിൻ്റെ സാന്നിധ്യമാണ്. അവരെ ബ്ലൈൻഡാക്കി കളയും. അവർക്കൊന്നും കാണാൻ കഴിയില്ല. മുന്നിൽ അവൾ മാത്രമേ ഉണ്ടാവുള്ളൂ, മുന്നിൽ അവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് സാധാരണഗതിയിൽ എന്താ പറയാന്നറിയോ? പടച്ചവൻ ഈ ഭൂമി മുഴുവൻ നശിച്ചിട്ട് ഞാനും അവളും അല്ലെങ്കിൽ ഞാനും അവനും മാത്രം ബാക്കിയായി പോട്ടെ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ. ഇത് കല്യാണം കഴിഞ്ഞ ഉടനെ അധിക പ്രേമവിവാഹങ്ങളും തകരാനും തോൽക്കാനും കാരണം ഇതാണ്. ഈ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് കല്യാണത്തിലേക്ക് പോവുക. ഇതാണും പെണ്ണും ഒന്നാമതായി പരിചയപ്പെടുമ്പോഴും ജീവിതം തുടങ്ങുമ്പോഴും അള്ളാഹു അവർക്ക് നൽകുന്ന വലിയൊരു ബോണസാണ്, വലിയൊരു ഗിഫ്റ്റാണ്. അത് ഈ ആയത്തിലൂടെ വളരെ വ്യക്തമായി അള്ളാഹു പഠിപ്പിച്ചിരുന്നുണ്ട്. എന്താണ്? വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദ. ഒന്നാമതായി ഉണ്ടാക്കുന്നത് മവദ്ദത്താണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ പ്രേമാണ്. ഇത്തരത്തിലുള്ള വികാരങ്ങൾക്കാണ് ലസ്റ്റിനടക്കം മവദ്ദത്ത് എന്നാണ് പറയുക. ആ മവദ്ദത്താണ് ഒന്നാമതായി ഉണ്ടാവുക. ഈ പേഷ്യൻ്റ് സ്റ്റേജിൽ നല്ലോണം മവദ്ദത്ത് ഉണ്ടാവും. ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഈ ജോലിക്കൊക്കെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ 10 മണിക്ക് ഓഫീസിൽ കയറിയാൽ 10:30 വിളിക്കും, 10:45 വിളിക്കും, 11 മണിക്ക് വിളിക്കും, 11:30 വിളിക്കും, 12 മണിക്ക് വിളിക്കും, ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ചോറ് കഴിച്ചോ, നാസ്ത കഴിച്ചോ, ചോറിന് എന്താ കൂട്ടാൻ, അങ്ങനെ ഓരോ ഡീറ്റെയിൽസും അറിയേണ്ടി വരും. മുഴുവൻ സമയവും ഒരുമിച്ച് നിന്നാൽ അത്രയും നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്ന വല്ലാത്തൊരു സമയമാണിത്. ആ സമയത്തിനെയാണ് ഈ സ്റ്റേജ് എന്ന് പറയുക. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും 1-2 വർഷം കൊണ്ട് തീരുമാനമാവും. കാരണം എപ്പോഴും ഈ തലച്ചോറ് ഈ ഓക്സിറ്റോസിൻ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കില്ല. തലച്ചോറിന് അത്രയും കപ്പാസിറ്റി ഒന്നുമില്ല, അത് മടുക്കും എന്ന് പറഞ്ഞാൽ ഈ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിച്ച് തലച്ചോറ് തളരും. പിന്നെ അത് മന്തി ഭാവത്തിലാവും. പിന്നെ ഫോൺ വിളിക്കുമ്പോൾ ഇരട്ടങ്ങാറ ഫോൺ എടുക്കാണ്ടാവും. പിന്നെ അരമണിക്കൂറിൻ്റെ ഗ്യാപ്പ് എന്നുള്ളത് 1 മണിക്കൂറാവും, 2 മണിക്കൂറാവും, ദിവസത്തിൽ 3 തവണയാവും. സാധാരണഗതിയിലുള്ളത്. രണ്ടാമത്തെ സ്റ്റേജിന് പറയുക റിയലൈസേഷൻ സ്റ്റേജ് എന്നാണ്. ആ സ്റ്റേജ് എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞ് എല്ലാവർക്കും ഞാൻ പറയുന്നതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാവും. കല്യാണം കഴിയാത്തവർക്ക് ഇത് മനസ്സിലാവും. വലിയ ബുദ്ധിമുട്ടാണ്. 2-3 വർഷം കഴിഞ്ഞ ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്താണ് ഇതൊക്കെ വെറുതെ ഇതൊന്നൊന്നുമില്ല, അല്ല, കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ഞാൻ പല കുട്ടികളോടും ഇപ്പോൾ അവരൊക്കെ ഗൾഫിൽ പിന്നെ വലിയ വലിയ ജോലികളിലൊക്കെ അൽഹംദുലില്ലാ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതം നയിക്കുന്നുണ്ട്. അതിൽപ്പെട്ട പല ആളുകളും പ്രേമം തുടങ്ങിയപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു, മോനെ ഇതൊന്നൊന്നുമല്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്ന ഭയങ്കര സംഭവമാണ്. ഇതൊന്നുമല്ല, കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുക്കും. എന്നിട്ട് അവസാനം അതിൽ ചില ആളുകൾ പിന്നെ ആ പ്രേമിച്ച കുട്ടിനെ തന്നെ വിവാഹം ചെയ്തിട്ടുണ്ട്, അല്ലാത്ത ആൾ വേറെയും വിവാഹം ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ അടുത്ത ജനറേഷൻ ഉപദേശിക്കുന്നതാണ്, എടാ ഇതൊന്നൊന്നുമല്ല. അത് ആദ്യം അവർക്ക് മനസ്സിലാവാത്ത പോലെ തന്നെ ഇപ്പോൾ ഇവർക്കും മനസ്സിലാവില്ല.
അത് വലിയൊരു പാടാണ്, ശരിക്കും വല്ലാത്തൊരു റിയാലിറ്റിയാണ്. ഈ റിയലൈസേഷൻ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ശരിക്കും ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഏത് കാര്യത്തോടും നമുക്ക് തോന്നുന്ന അട്രാക്ഷന് ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ അത് ഫെയ്ഡാവും. അത് ദുനിയാവിൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ പണക്കാരനായി ഭയങ്കര ബില്യണറായി എല്ലാം എത്തിപ്പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാലും ജീവിതം ഭയങ്കര ആസ്വാദനമായിരിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് മടുക്കും, ജീവിതം മൊത്തമായിട്ട് മടുക്കും. വലിയ വലിയ പണക്കാർ ഡിപ്രഷനിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അവരുടെ ലൈഫിന് ഒരു അർത്ഥമില്ല. എല്ലാം ഉണ്ട്, കയ്യെത്തും ദൂരത്തെല്ലാം ഉണ്ട്, പക്ഷേ ഡിപ്രഷനാണ്. അത് ഇല്ലാത്തൊരവസ്ഥ പടച്ചോൻ ആഖിറത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ, സ്വർഗത്തിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വിവാഹത്തിൻ്റെ ജീവിതത്തിലും അതുണ്ട്. റിയലൈസേഷനാണ്. അവർ ഇന്ന കുറവുകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് കാര്യങ്ങൾ ഓരോന്ന് തിരിച്ചറിയാൻ തുടങ്ങുക. എന്തൊക്കെ മണ്ടത്തരായിരുന്നു, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ചില ആളുകൾക്ക് കാട്ടിക്കൂട്ടിയത് ചിന്തിച്ചാൽ നാണക്കേട് വരെ വരും. കാരണം ആ സമയത്ത് അവർക്ക് പിന്നെ ഈ പാഷൻ സ്റ്റേജിൽ അതൊന്നും അല്ലല്ലോ. ഈ റിയലൈസേഷൻ സ്റ്റേജും കടന്നിട്ട് പിന്നൊരു യുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകാനുണ്ട്. അതാണ് റിബല്യൻ സ്റ്റേജ് എന്നാണ് അതിന് പറയുക. ആ റിബല്യൻ സ്റ്റേജിലാണ് പിന്നെ ഓരോരാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മുന്നിലേക്ക് വരാൻ തുടങ്ങും. ചിലപ്പോൾ വിവാഹത്തിൻ്റെ സമയത്ത് ഇവനോട് ഭയങ്കര ഇഷ്ടവും മഹബത്തും കൂടിയിട്ട് പെണ്ണ് പഠിപ്പൊക്കെ ഉണ്ടാവും, പക്ഷേ ജോലിക്ക് പോകില്ല എന്നൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ റിബല്യൻ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവൾ ചിന്തിക്കും, ഞാൻ എന്തിനാ ജോലിക്ക് പോകണ്ടിരിക്കും? എനിക്ക് എൻ്റെ സ്വപ്നങ്ങളില്ലേ, എനിക്ക് എൻ്റെ ആവശ്യങ്ങളില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഓന് വിവാഹത്തിന് മുമ്പ് ഭയങ്കര ടൂറൊക്കെ പോയിട്ടുണ്ടാവും, കുറേ പോയിട്ടുണ്ടാവും. വിവാഹത്തിന് ശേഷം ഇവളപ്പുറം മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ, ഒന്നിച്ച് മാത്രമേ കറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അവൻ ചിന്തിക്കും, ഒന്ന് ഫ്രണ്ട്സിൻ്റെ പേരിൽ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ പൂതിയാവുന്ന എന്ന ചിന്തകളൊക്കെ വരും. അതുപോലെ തന്നെ രാത്രി കുറച്ച് വൈകിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പരൊക്കെ കഴിച്ചു കൂട്ടാൻ ആണുങ്ങൾ ആഗ്രഹിക്കും. പക്ഷെ 9 മണി കഴിഞ്ഞാൽ ത്വരിതാ വിളി വരും. ഈ വിളിയൊരു ശല്യമായി തോന്നാൻ തുടങ്ങും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റിബല്യൻ സ്റ്റേജ് എന്നാണ് അതിന് പറയുക. ഈ സ്റ്റേജിലാണ് യുദ്ധങ്ങൾ ഉണ്ടാവുക, പ്രശ്നങ്ങൾ ഉണ്ടാവുക. സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്. കല്യാണം കഴിഞ്ഞ് 1-ാമത്തെ വർഷം പിന്നെ ഓള് പറയുന്നത് മുഴുവൻ ഓള് അച്ചടി കേൾക്കും, ഓള് പറയുന്നത് മുഴുവൻ ഓള് കേൾക്കും. 2-ാമത്തെ വർഷം ഓള് പറയുന്നത് മുഴുവൻ ഓൻ കേൾക്കും. 3-ാമത്തെ വർഷം അവർ പറയുന്നത് മുഴുവൻ നാട്ടുകാർ കേൾക്കുന്നതാണ്. ഇത് ഈ റിബല്യൻ സ്റ്റേജിലാണ്. 3-ാമത്തെ റിബല്യൻ സ്റ്റേജിൽ നാട്ടുകാർ കേൾക്കാൻ തുടങ്ങും, പ്രശ്നങ്ങളും പറയും. എല്ലാ കുടുംബത്തിലുണ്ട് കേട്ടോ. അതില്ലാന്ന് പറയുന്ന ആളുകൾ റസൂലിൻ്റെ കുടുംബത്തിലുണ്ടായിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലുണ്ടായിട്ടില്ലേ? എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒട്ടനവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാലോ, ആയിഷ റളിയല്ലാഹു അൻഹ പാത്രം തട്ടിയിട്ട സംഭവം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ തമ്മിൽ നടന്ന ചർച്ചകളും വിഷയങ്ങളൊക്കെ. സുബ്ഹാനല്ലാഹ്, റസൂലിൻ്റെ ഭാര്യമാരിൽ 2 ടീം ഉണ്ടായിരുന്നു എന്നാണ്. അത് ചരിത്രപരമായ സത്യമാണ്, നമ്മൾ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. 2 ടീം ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ ഒരു ടീമിൻ്റെ ഹെഡ് ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റേ ടീമിൻ്റെ ഹെഡ് സൈനബ് റളിയല്ലാഹു അൻഹയാണ്. ഈ ആയിഷ റളിയല്ലാഹുവിൻ്റെ ടീമിൽ ഉള്ള ആളുകളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ 2-3 ഭാര്യമാർ. ഇപ്പുറത്തുള്ള ടീമിലും ആളുകളുണ്ട്. അവർ തമ്മിൽ വലിയ വാഗ്വാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതെല്ലാം സുന്ദരമായി പരിഹരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വളരെ സുന്ദരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യമായ പരിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ 3-ാമത്തെ റിബല്യൻ സ്റ്റേജും കൂടി, ഈ 3-ാമത്തെ റിബല്യൻ സ്റ്റേജിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരസ്പരമുള്ള ഇഷ്ടങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കുകയും പരസ്പരം ഒരു ശല്യമായി തോന്നുകയും ഈ സ്റ്റേജിലാണ് പല അഭിഹിതങ്ങളും തുടങ്ങുക എന്നുള്ളത്. അവിധങ്ങൾ തുടങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു 10-15 വർഷം ആണിനായാലും പെണ്ണിലായാലും പുറത്തുള്ള ബന്ധങ്ങൾ, തൻ്റെ ഭർത്താവ് തനിക്ക് പോരാ, അയാൾ തനിക്കൊരു ശല്യമാണ്, തൻ്റെ ഭാര്യ തനിക്ക് പോരാ, അവൾ തനിക്കൊരു ഇടങ്ങേറാണ് എന്നൊക്കെ തോന്നി മറ്റു കാര്യങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങുന്ന വല്ലാത്തൊരു സമയമാണിത്. ഈ സമയം കൂടി തരണം ചെയ്ത് കഴിഞ്ഞാൽ, സത്യസന്ധമായി തരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4-ാമത്തത് കോപ്പറേഷൻ സ്റ്റേജാണ്. അതായത് പേഴ്സണലായ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കും. അതായത് ടൂറ് പോണ്ടാന്ന് വെക്കും. അതുപോലെ തന്നെ മക്കളൊക്കെ ആയി, ഇനിയിപ്പോൾ ജോലി, പിന്നെ ഒരു കരിയർ, തൻ്റെ അംബീഷൻ, അതൊക്കെ വേണ്ടാന്ന് പെണ്ണും തീരുമാനിക്കും. പിന്നെ മക്കൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്. അവരെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫീസ്, വീടെടുക്കണം, ഒരു വണ്ടി വേണം, പ്രശ്നങ്ങൾ, വീട്ടിൻ്റെ ചെലവ്. അപ്പോൾ ഈ പേഴ്സണലായ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും. എന്നിട്ട് 2 പേരും കൂടിയിട്ട് ഈ ഒരു വിഷയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ്. ആ സ്റ്റേജിലുള്ള കുറേ ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു വീടുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പെടാപ്പാട് പെടുന്നവർ,
പഠിക്കുന്നവർ, ഇത് കോപ്പറേഷൻ സ്റ്റേജ് എന്നാണ്. ഈ സ്റ്റേജിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പേഴ്സണൽ പൊട്ടിത്തെറികൾ, അല്ലാത്ത പൊട്ടിത്തെറി ഉണ്ടാവും. വീടെടുക്കുമ്പോൾ ടൈലിടണോ മാർബിൾ ഇടണോ എന്ന തർക്കം ഉണ്ടാവും. എന്ത് കളർ പെയിന്റ് വേണം എന്നുള്ള തർക്കങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള തർക്കങ്ങൾ പല ഭാഗത്തു നിന്ന് കേൾക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. തർക്കം ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരുടെ ഏതെങ്കിലും ഒരാളുടെ മരണം വരെ തർക്കങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതില്ലാതാക്കാനൊന്നും ആർക്കും പറ്റൂല. ഉത്തരവാദിത്തങ്ങൾ രണ്ടാളും രണ്ട് ഭാഗത്തുള്ള ഉത്തരവാദിത്തങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോക്കാണ് കോപ്പറേഷൻ സ്റ്റേജ്. അഞ്ചാമത്തെ ആ സ്റ്റേജ് കൂടി കഴിഞ്ഞാൽ അഞ്ചാമത് ഒരു സമാധാനത്തിൻ്റെ ഒരു സമയം വരാനുണ്ട്. ആ റീയൂണിയൻ സ്റ്റേജാണ്. മക്കളൊക്കെ പഠിച്ച് നല്ല ജോലിയൊക്കെ ആയി, വീടൊക്കെ ആയി, ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയം ഒരു റീയൂണിയൻ സ്റ്റേജാണ്. അവർ വീണ്ടും ഒന്ന് ഒരുമിക്കാണ്. അവരൊന്ന് പരസ്പരം സംസാരിക്കാനും ഒന്ന് പരസ്പരം ഒരുമിച്ചിരിക്കാനും പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കാനൊക്കെ ഉള്ള ഒരു സമയമാണ്. ആ സമയത്ത് മബദ്ധത്ത് ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ പ്രയോഗം വല്ലാത്തൊരു അത്ഭുതമാണ്. വജാല ബൈനക്കും മബദ്ധത്തും റഹ്മ. മബദ്ധത്ത് കഴിഞ്ഞു, മബദ്ധത്ത് ഇല്ല, പിന്നെ റഹ്മത്താണ് അവിടെ വർക്കൗട്ട് ചെയ്യുക. പരസ്പരം റഹ്മത്തുണ്ടാവും. ഇത്രയും കൊല്ലം എൻ്റെ കൂടെ ജീവിച്ചവൾ, എൻ്റെ മക്കളെ പ്രസവിച്ചവർ, അവരെ വളർത്തിയവൾ, അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർ, എനിക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ പലതും വേണ്ടാന്ന് വെച്ചവർ, എൻ്റെ മക്കളുടെ ഉപ്പ, അവർക്ക് വിദ്യാഭ്യാസം നൽകിയവർ, ഈ വീടിന് വേണ്ടി വിയർപ്പൊഴുക്കിയ ആൾ എന്നൊക്കെയുള്ള ചിന്തകൾ പരസ്പരമുള്ള റഹ്മത്തിലേക്കാണ് വകവെക്കുക. തൊലികൾ ചുക്കി ചുടിഞ്ഞിട്ടുണ്ടാവും, കണ്ണട ഇല്ലാണ്ട് വായിക്കാൻ പറ്റൂല, പിന്നെ ചെവിയൊന്നും ചിലപ്പോൾ ചെവിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, സംസാരത്തിനൊക്കെ ഓർമ്മക്കുറവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. എന്നാലും ആ പരസ്പരമുള്ള റഹ്മത്ത് കൊണ്ട് അവരൊരുമിച്ച് അങ്ങനെ പോവും. ഇടക്കിടക്ക് പൊട്ടിത്തെറികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അപ്പോഴും ആ റഹ്മത്ത് അവിടെ നിലനിൽക്കുന്നുള്ളതാണ്. പിന്നെ ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരുതരം പൊട്ടിത്തെറിയാണ്. ആ പൊട്ടിത്തെറി എന്താണ്? മനുഷ്യ ജീവിതത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി രണ്ടുപേരും, അതുപോലെ തന്നെ മക്കൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങും. ദീനില്ലാത്ത മക്കളാണെങ്കിൽ മക്കൾ പരസ്പരം തർക്കിക്കും. ഉമ്മയും നിൻ്റെ അടുത്ത് നിൽക്കട്ടെ, ഞാൻ കുറേ നോക്കിയില്ലേ, വേണ്ട നിൻ്റെ അടുത്ത് നിൽക്കട്ടെ, ഞാൻ കുറേ നോക്കിയില്ലേ, നിങ്ങൾക്കല്ലേ ഒഴിവുള്ളത്. ഇങ്ങനെ അവരുടെ പരസ്പരമുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഒരുപാട് അങ്ങനെയുള്ള വിഷയങ്ങൾ. അവസാനത്തെ സ്റ്റേജാണ് കംപ്ലീഷൻ. കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ മരിക്കും. ആ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെയോ ഓർമ്മകളുമായി ഗതകാല ജീവിത സ്മരണയുമായി ബാക്കിയുള്ള ജീവിതകാലം മുന്നോട്ട് കൊണ്ടുപോകലാണ്. ഇത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന സ്റ്റേജുകളാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഈ ഒരു സ്റ്റേജുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ സ്റ്റേജുകളെല്ലാം മറികടക്കാൻ വളരെ കൃത്യമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ദീൻ വളരെ നിർബന്ധമാണ്. ദീനില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേജുകളിൽ ഓരോന്നും മറികടക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. കാരണം നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മനസ്സിൽ പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ 3 ലെയറുകൾ ഉണ്ട് എന്നാണ്. ആ ലെയറിൻ്റെ ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ എന്നാണ് പറയുക. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്ഥലത്ത് എത്തിപ്പെട്ടാൽ ഞാൻ എന്താണ് എന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് സൂപ്പർ ഈഗോ. ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ആഗ്രഹിക്കുന്നത് ഞാനൊരു ഭയങ്കര തക്കുവുള്ള മനുഷ്യനാണ്, ഭയങ്കര പണ്ഡിതനാണ്, ഭയങ്കര സംഭവമാണ് എന്നറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അതിനനുസരിച്ച് ആക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൂപ്പർ ഈഗോ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി നിങ്ങൾ ഞാനുമായി അടുത്താൽ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എന്നെ പറയാണ്ട് അവസാനം എന്നെ പ്രതിയാക്കരുത്. കുറച്ചും കൂടി നിങ്ങൾ ഞാനുമായി അടുത്താൽ, എൻ്റെ കൂടെ കൂടുതൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനുമായി ഒരു സാമ്പത്തിക ഇടപാട് നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ താമസിച്ച് കഴിഞ്ഞാൽ എൻ്റെ സൂപ്പർ ഈഗോവിൻ്റെ വലയം അവിടുന്ന് മായും, ഈഗോയിലേക്ക് വരും. അതായത് എൻ്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണോ നമ്മളെ മറ്റുള്ളവർ കാണുന്നത്, ആ വ്യക്തിത്വം നിങ്ങൾ കാണാൻ തുടങ്ങും. ചിലപ്പോൾ ആ വ്യക്തിത്വത്തിൽ നിങ്ങൾ കാണുന്ന ഭക്തി ചിലപ്പോൾ എനിക്ക് ഉണ്ടാവില്ല, നിങ്ങൾ കണ്ട പണ്ഡിതനായിരിക്കുമല്ലോ ചിലപ്പോൾ. അങ്ങനെയാണ് പല ആളുകളും മനുഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പോക്കാണ്. ഒരുവിധ ആളുകളുടെയൊക്കെ കുല്ലു ബനി ആദമ ഖത്താഊൻ, ആദമിൻ്റെ എല്ലാ മക്കളും പാപം ചെയ്യുന്നവരാണ്. അഫ്ദലുഹും തൗവാബീൻ, തൗബ ചെയ്യുന്നവരാണ് ഏറ്റവും ഉന്നതരായ ആളുകൾ. ഒരാൾ നിന്നിട്ട് കരഞ്ഞു പ്രസംഗിക്കുന്നത് നിങ്ങൾ കണ്ടാൽ അയാൾ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യൂല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അല്ലെങ്കിൽ ഒരാൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, ഒരുപാട് നോമ്പെടുക്കുന്നുണ്ട്, ഭയങ്കര ഇതാണ്, അയാൾ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാൻ നിങ്ങൾ വിചാരിക്കേണ്ട. തെറ്റുകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, കുറവുകളും ന്യൂനതകളും ചാബല്യങ്ങളും മനുഷ്യ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. കുറച്ചു കാലം അടുത്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനം കൂടിയുണ്ട്. അത് ഓരോ മനുഷ്യൻ്റെതും ഏറ്റവും കെട്ട സ്വഭാവമാണ്. ഇഡ് എന്നാണ് അതിന് പറയുക. അത് ഫ്രണ്ട്സ് എത്ര അടുത്താലും ആ സ്വഭാവം കാണാൻ പറ്റൂല. എത്ര അടുത്താലും കുടുംബക്കാർക്കും പരിചയക്കാർക്കും ആ സ്വഭാവം കാണാൻ പറ്റൂല. ആ സ്വഭാവം കാണാൻ പറ്റുക
ഭാര്യയ്ക്ക് മാത്രമായിരിക്കും. ആ സ്വഭാവം കാണാൻ പറ്റുക ഭർത്താവിന് മാത്രമായിരിക്കും. കാരണം എന്താ അറിയോ, നിങ്ങൾ എന്ന് മൂളിയാൽ ആ മൂളലിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി അറിയുന്നവരാണ് നിങ്ങളുടെ ഭാര്യമാർ. നിങ്ങളുടെ ഒരു നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി അറിയുന്നവരാണ് നിങ്ങളുടെ ഭാര്യമാർ. അതങ്ങനെ ആയിരിക്കും ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു പറഞ്ഞല്ലോ. എന്താണ് ആയിഷ, നിന്റെ വാക്കുകളിലൂടെ നിന്റെ സംസാരങ്ങളിലൂടെ നിന്റെ വികാരം മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിച്ചു, അതെങ്ങനെയാണ്? അറബികൾക്കൊരു സ്വഭാവമുണ്ട്, എന്ത് പറയുമ്പോൾ സത്യം ഇടും. നിങ്ങൾ ഗൾഫിൽ പോയ ആളുകൾക്കറിയാം, എന്ത് പറയുമ്പോഴും ഏത് വിഷയത്തിലും പിന്നെ ഇത് വഴി എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അവരെ വല്ലാഹി ഹിനാക്കെന്ന് പറയും. അത് അവരുടെ ഒരു രീതിയാണ്, ഒരു സ്വഭാവമാണ്. അത് ആയിഷ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നല്ല സന്തോഷത്തിലും എന്നോട് പ്രശ്നമൊന്നുമില്ല നല്ല സ്നേഹത്തിലും ആണെങ്കിൽ നീ സത്യം ചെയ്യുമ്പോൾ മുഹമ്മദിൻ്റെ നാഥനായ അള്ളാഹുവിനെ തന്നെ സത്യം എന്ന് നീ സത്യം ചെയ്യും. എന്നോട് എന്തെങ്കിലും പ്രശ്നവും കുഴപ്പമോ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പണക്കുണ്ടെങ്കിൽ നീ സത്യം ചെയ്യുമ്പോൾ ഇബ്രാഹീമിൻ്റെ നാഥനായ അള്ളാഹുവിനെ തന്നെ സത്യം. ഈ രണ്ട് വാക്കുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വികാരം മനസ്സിലാക്കി എന്നുള്ളതാണ്. അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ വ്യവഹാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയെന്നാണ്. ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ 7 സ്റ്റേജുകളും വളരെ സുന്ദരമായി കടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഈ 7 സ്റ്റേജുകളും കടന്നുപോയ ഒരു ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചിട്ട് 14 കൊല്ലം കഴിഞ്ഞിട്ടാണ് മക്കം ഫത്ത് ഉണ്ടാവുന്നത്. 14 കൊല്ലം അങ്ങനെ സമയമായ ഈ 14 കൊല്ലം കഴിഞ്ഞിട്ട് ഫാൻ പ്രശ്നമില്ല. ഈ 14 കൊല്ലം കഴിഞ്ഞിട്ട് മക്കം ഫത്ത് ഉണ്ടായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ എല്ലാവരും ഭയങ്കര കൈകൊട്ടലിലാണ്, ഭയങ്കര സന്തോഷത്തിലാണ്, തക്ബീർ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെ 360 പരം വരുന്ന കഅബാലയത്തിലെ വിഗ്രഹങ്ങൾ മുഴുവൻ തച്ചുടക്കപ്പെടുകയാണ്. എന്നിട്ട് അവിടെ അള്ളാഹുവിൻ്റെ ഒരേ ഒരു വാക്ക് മാത്രം ഉയരുന്ന സന്തോഷ നിർഭരമായ സമയം. റസൂലുള്ളാഹിക്കും സന്തോഷമുണ്ട്, പക്ഷേ പ്രവാചകൻ ഒരു അരികിലൂടെ നടന്നു പോവാൻ എവിടേക്കാണ് റസൂൽ പോകുന്നത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്, ഞാൻ എൻ്റെ ഖദീജ കിടക്കുന്നിടം വരെ ഒന്ന് പോയിട്ട് വരാം. എൻ്റെ ഖദീജ കിടക്കുന്നിടം വരെ ഞാനൊന്ന് പോയിട്ട് വരാം. 1.5 പതിറ്റാണ്ട് മുമ്പ് തനിക്ക് എല്ലാം നൽകിയ, എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ ഇക്കണ്ട ലക്ഷക്കണക്കിന് അനുയായികൾ തൻ്റെ കൂടെ ഇല്ലാതിരുന്നപ്പോൾ തനിക്ക് താങ്ങും തണലുമായി നിന്ന ആ മഹത് വനിത ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അതുല്യയാണ്. അവരെ പോലെ മറ്റാരും ഇല്ല എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ട് റസൂലിനോട്, ഖദീജയെ പോലെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന്. റസൂൽ പറഞ്ഞു ഇല്ല ആയിഷ എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്. എന്താണ് ഹദീസ്? നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരെന്നാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ 3 ലെയറുകൾക്കുള്ളിലെ ഏറ്റവും ഉള്ളിലുള്ള യഥാർത്ഥ നമ്മുടെ ചാപല്യങ്ങൾ മുഴുവൻ അവർക്കറിയാം, നമ്മുടെ ബലഹീനതകൾ മുഴുവൻ അവർക്കറിയാം, നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ അവർക്കറിയാം, കൃത്യമായി അറിയാം. ആ അറിയുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ടും ഒരു ഭാര്യ ആത്മാർത്ഥമായിട്ട് ഒരാളെക്കുറിച്ച് നല്ലത് പറയാൻ തയ്യാറായാൽ ആ മനുഷ്യനൊരു സംഭവം തന്നെ ഇരിക്കും. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആ പറയുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഭാര്യ, പെണ്ണിൻ്റെ വിഷയത്തിലായാലും അങ്ങനെ തന്നെ, സ്ത്രീകളുടെ വിഷയത്തിൽ അവരുടെ ഏറ്റവും ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം, ആ യഥാർത്ഥ സ്വഭാവം അവർക്ക് യഥാർത്ഥമായി കാണുക പുരുഷനായിരിക്കും, ഭർത്താവായിരിക്കും. ആ ഭർത്താവ് അവൾ മരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം പൂർണ്ണ തൃപ്തനാണെങ്കിൽ ആ പെണ്ണിന് സ്വർഗത്തിലേക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തടസ്സവും ഉണ്ടാവില്ല അവർക്ക്, ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പോകാമെന്നാണ്. അതായത് ഖിയാമത്ത് നാളും ഖബർ ജീവിതവും കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാൻ യാതൊരു തടസ്സം ഉണ്ടാവില്ല, മരണമല്ലാതെ. ഭർത്താവിൻ്റെ തൃപ്തിയുള്ളൊരു പെണ്ണിന്, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടൊക്കെയുള്ള കടമകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എമ്പാടും വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണിനോട് അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ മറ്റാരുടെയെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് അവളുടെ ഭർത്താവിൻ്റെ മുന്നിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായും. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം നിഷ്കർഷിക്കുന്ന വിഷയങ്ങൾ പ്രകൃതിപരമാണ്. പെണ്ണിനോട് പുരുഷനെ ബഹുമാനിക്കാനും പുരുഷനോട് പെണ്ണിനെ സ്നേഹിക്കാനുമാണ് പറയുന്നത്.
അത് അവരുടെ മനഃശാസ്ത്രപരമായ ആവശ്യവും അതാണ്. സ്ത്രീകൾ ബഹുമാനം ആഗ്രഹിക്കാറില്ല. പുരുഷൻ വല്ലാണ്ട് കൂടുതൽ സ്നേഹിച്ചാൽ അവർക്ക് ബോറടിക്കുകയും ചെയ്യും. ഇത് നല്ലൊരു കൃത്യമായ അളവിൽ മുന്നോട്ട് കൊണ്ടുപോകണം. സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ആണുങ്ങൾക്ക് ഇഷ്ടാവില്ല. വല്ലാണ്ട് സ്ത്രീകളെ ബഹുമാനിച്ച് കഴിഞ്ഞാൽ അവർ വഷളാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായ അളവിൽ ഉണ്ടാവണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പെണ്ണ് ഭർത്താവിനെ ബഹുമാനിക്കണം, ആദരിക്കണം. ചില ആളുകളൊക്കെ സമത്വത്തിൻ്റെയും ഫെമിനിസ്റ്റിൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് പലതും കാട്ടിക്കൂട്ടാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ശരിയല്ല ഒരിക്കലും. അത് പ്രകൃതിപരമായി തന്നെ ശരിയല്ല. പ്രകൃതി കൃത്യമായി ഓരോ ആളുകൾക്ക് ഓരോ റോള് കൊടുത്തിട്ടുണ്ടല്ലോ, കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ത്രീകൾ സമത്വത്തിൻ്റെ വിഷയം പറയാണ്. നാളെ ഒരു പെണ്ണ് വന്നിട്ട് പറയാണ് തൻ്റെ ഭർത്താവിനോട്, ഞാൻ 2 എണ്ണം പ്രസവിച്ചു, 2നെയും ഞാൻ മുലയൂട്ടി, 3ാമത്തെയും 4ാമത്തെയും നിങ്ങൾ പ്രസവിക്കണം എന്നാലേ സമത്വം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഓനെ കൊണ്ട് പറ്റൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടില്ല. പ്രസവിക്കേണ്ടത് സ്ത്രീകളാണ്, മുലയൂട്ടേണ്ടത് സ്ത്രീകളാണ്. പക്ഷേ അതിനുവേണ്ടി മാത്രമുള്ളവരാണ് സ്ത്രീകൾ എന്ന ചിന്തയിൽ നിന്ന് ഒരിക്കലും ഒരു പുരുഷൻ്റെ ഭാഗത്ത് അങ്ങനെ ചിന്ത ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലുള്ള നിലപാടുകളും ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരുടെ മുന്നിൽ താഴ്ന്നു കൊടുത്തിട്ടില്ലേ? ഈ ഒരു സംഭവം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം അത് നമ്മുടെ ജീവിതമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുക. നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കച്ചറയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എന്തെങ്കിലും ആർഗ്യുമെൻ്റ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയായിരിക്കാം. അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങി വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ പ്രശ്നമാണല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാം, കടന്നൽ കുത്തിയോലുണ്ടാവും മുഖം, എങ്ങനെ ഇപ്പോൾ സോൾവ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് 1 കിലോ ആപ്പിളും 1 കിലോ മാങ്ങയും കുറച്ച് നേന്ത്രപ്പഴമൊക്കെ വാങ്ങിച്ച് ഒന്ന് സന്തോഷമായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്, ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഇങ്ങനെ വാതിലിങ്ങോട്ട് തുറന്നു. വാതിൽ തുറന്നപ്പോൾ ഒരു 5-6 കടന്നിൽ ഒന്നിച്ച് കുത്തിയ പോലെ ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് കവർ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഒറ്റ അങ്ങോട്ട് കൊടുത്താൽ പിന്നെ അവിടെ എന്താ സംഭവിക്കുക? ഒരു ഹുദൈബിയ സന്ധ്യ എന്തായാലും ഉണ്ടാവില്ല, ബദറോ അല്ലെങ്കിൽ ഉഹുദ ഉണ്ടാവുള്ളൂ, ഉറപ്പാണ്. നമ്മുടെ പ്രകൃതി അതാണ്. കാരണം നമ്മളെന്താ അവിടെ ചിന്തിക്കുക, അഹങ്കാരി, എന്തൊരു അഹങ്കാരാടി നിനക്ക്, നീ ഇത്രക്കായ. ചില ആളുകൾ നാവ് കൊണ്ട് നന്നായിട്ട് വെട്ടി മുറിച്ച് ചാപ്സാക്കി വെക്കും, ചില ആളുകൾ കൈകളും ചെയ്യും. അത് ഓരോ ആളുകളുടെ വ്യക്തിത്വം അനുസരിച്ചാണ്. ഇതിന് സമാനമായ സംഭവമല്ലേ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്? എപ്പോഴാണ് ഈ പാത്രം എറിയുന്നറിയോ? റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ 2-3 ഫ്രണ്ട്സും കൂടെ ഉണ്ടെങ്കിലോ പിന്നെ തീർന്നു. പിന്നെ അവിടെ എന്താ സംഭവിക്കാൻ പറയാൻ വരെ പറ്റൂല. ഇവിടെ ഈ സംഭവം ഉണ്ടാകുന്നത് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, സഹാബികളുണ്ട്. സഹാബികൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ അത്രത്തോളം ഇഷ്ടപ്പെടുകയും അത്രത്തോളം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരുടെ ഇടയിൽ റസൂലുള്ളാഹി ഇരിക്കുമ്പോൾ പാത്രം ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്, ചുരുന്നുള്ള ഒച്ചയും കേട്ടിട്ടുണ്ട്. അപ്പം നബിക്ക് കാര്യം മനസ്സിലായി. നബി അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ ദേഷ്യത്തിലാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ ഉമ്മ ദേഷ്യത്തിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നോക്കുമ്പോൾ അവിടെ എന്താ സംഭവം? പാത്രങ്ങളൊക്കെ പൊട്ടി തകർന്നിട്ടുണ്ട്. കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ 4 ഭാഗത്തും അങ്ങനെ ചെതറിക്കിടന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു ഇങ്ങനെ തൂറിച്ച് നോക്കി ഇങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും റസൂലുള്ളാഹിൻ്റെ പ്രതികരണം? ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. ഒരക്ഷരം മിണ്ടിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അവിടുന്ന് ചെയ്തത്? താഴെ ഇരുന്നു ആ പലഹാരങ്ങൾ ഓരോന്നായി പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ തകർന്നു പോയി എന്നുള്ളതാണ്. ഇത് ഈ പ്രതികരണത്തിൽ പുരുഷന്മാർ മാത്രമല്ല കേട്ടോ, സ്ത്രീകളും 2 രീതിയിൽ പ്രതികരിക്കും. ചില സ്ത്രീകൾ ഇത് കാണുമ്പോൾ, ഈ ക്ഷമയും സഹനവും കാണുമ്പോൾ അവരാകെ തകർന്നു പോകും. അവർ വേഗം മാപ്പ് പറയാൻ വരും. ചില സ്ത്രീകൾ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ടാവും. ആ വിഭാഗം ഉണ്ടാവും. ഞാൻ നേരത്തെ പുരുഷന്മാരെ 2 വിഭാഗം പറഞ്ഞല്ലോ, സ്ത്രീകളിലും ഉണ്ടാവും അങ്ങനെയുള്ള. പക്ഷേ നമ്മുടെ ഉമ്മ അങ്ങനെ ആയിരുന്നില്ല, ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ആയിരുന്നില്ല. അവരെന്താ ചെയ്തത്? റസൂലുള്ളാഹിൻ്റെ മുട്ടിനോട് തൻ്റെ മുട്ട് ചേർന്ന് അവിടെ ഇരുന്നു. എന്നിട്ട് ചോർന്നൊലിക്കുന്ന കണ്ണുനീരുമായി പ്രവാചകൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, യാ റസൂലല്ലാഹ്, മാപ്പ്, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞ എന്താണ്? നമ്മുടെ കാഴ്ചപ്പാടിൽ മാപ്പാക്കണ്ട എന്താ ചെയ്യുക എന്നല്ല, മാപ്പാക്കിയല്ലേ പറ്റൂ, നിൻ്റെ ഒരു അഹങ്കാരം എന്നല്ല റസൂൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുടിയിഴകൾക്കിടയിലൂടെ തൻ്റെ വിരൽ പ്രവേശിപ്പിച്ചിട്ട് പ്രവാചകൻ ചോദിച്ചു, ആയിഷ, ഞാൻ നിനക്ക് മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് നിനക്ക് മാപ്പ് നൽകുക? ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ്. തൻ്റെ ഭാര്യയുടെ മുന്നിൽ താവാനും അവൾക്ക് ബഹുമാനം നൽകാനൊന്നും റസൂലുള്ളാഹിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയോ, സഫിയ റളിയല്ലാഹു അൻഹയുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം
നടക്കുന്നത് ഖൈബർ യുദ്ധത്തിൻ്റെ സമയത്താണ്. ഖൈബർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹുവിനെ സ്വീകരിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു, സ്വീകരിച്ചിട്ട് സഫിയ റളിയല്ലാഹുവിനെ കുറച്ച് കുറുന്നിട്ടാണ്, ഹൈറ്റ് കുറഞ്ഞ ആളാണ്. അങ്ങനെ അവർക്ക് ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒരു മുട്ട് താഴെ കുത്തി, ഒരു മുട്ട് താഴെ കുത്തിയിട്ട് മറ്റേ മുട്ട് ഇങ്ങനെ ഉയർത്തി വെച്ചു. എന്നിട്ട് തൻ്റെ ഷോൾഡറും കാണിച്ചു കൊടുത്തു. എന്നാൽ എന്ത് ചെയ്യാം, അവർക്ക് ആദ്യം മുട്ടിൽ ചവിട്ടി പിന്നെ ഷോൾഡറിൽ ചവിട്ടിയിട്ട് ഒട്ടകപ്പുറത്തേക്ക് കയറാം. അവിടെ ഇരുന്ന് കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഫിയ റളിയല്ലാഹു എന്താ വിചാരിച്ചത്, ഇന്നത്തെ ആളാണെങ്കിൽ നല്ല ചാൻസ് ആണല്ലോ, നല്ല ചവിട്ടി മെരുകി കയറും. പക്ഷേ സഫിയ റളിയല്ലാഹുവിൻ്റെ പാദം കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ശരീരത്തിൽ ചവിട്ടിയിട്ടില്ല. അവർ തൻ്റെ കാല് മടക്കി, എന്നിട്ട് പ്രവാചകൻ്റെ മുട്ടിന് മുകളിലേക്ക് തൻ്റെ മുട്ട് വെച്ചു. അതേപോലെ തന്നെ മറ്റേ മുട്ട് കൊണ്ട് ഷോൾഡറിൽ ചവിട്ടി അങ്ങോട്ട് കയറിയെന്നാണ്. പരസ്പരമുള്ള ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും എത്രയോ ചരിത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനും അറിയാനും പറ്റും. ഇങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ ഒരിക്കലും തൻ്റെ ഭാര്യയെ മറ്റൊരാളുടെ ഭാര്യയായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം അതാണ്. ഓൻ്റെ ഭാര്യ മീൻകറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണല്ലോ, നീ മീൻകറി വെച്ചാൽ എന്താ ഇങ്ങനെ, വായിക്ക് വെക്കാൻ കൊള്ളുന്നില്ലല്ലോ. ഇതാണ് അധികം മീൻകാരിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലും ഓൻ്റെ ഭാര്യ ഓൻ വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഓരോ വ്യക്തികളെയും വ്യക്തികളായിട്ടാണ് സൃഷ്ടിച്ചത്. ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് ഓരോ വ്യക്തികൾ തമ്മിലും വ്യത്യാസങ്ങളുണ്ട്. ഒരിക്കലും നമ്മുടെ ഭാര്യയുടെ ഗുണങ്ങൾ മറ്റൊരാളുടെ ഗുണങ്ങളുമായി കമ്പയർ ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ സ്ത്രീകൾ അതിൽ അഗ്രഗണ്യന്മാരാണ്. അത് ഡയറക്റ്റ് പറയില്ലെങ്കിലും ഇൻഡയറക്റ്റ് ഇങ്ങനെ കുത്താൻ ഭയങ്കര കഴിവാണ്. ഇൻഡയറക്റ്റ് കുത്താൻ ചില പൊട്ടന്മാർക്ക് അത് മനസ്സിലാവില്ല എന്നുള്ളത്, അത് മനസ്സിലാകാൻ ശേഷിയില്ലാത്ത ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ്. സ്ത്രീകളുടെ കുത്ത് പക്ഷേ ഇൻഡയറക്റ്റ് കുത്ത് മനസ്സിലാകും, പിന്നെ ഡയറക്റ്റ് കുത്താൻ തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹയുമായി 2 തവണ വിവാഹമോചനത്തിൻ്റെ വക്കത്തെത്തിയിട്ടുണ്ട്. അറിയാം നിങ്ങൾക്ക്, 2 തവണ. കാരണം എന്താണ്, നാവാണ്. ഭയങ്കര മൂർച്ചയുള്ള നാവായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ. അവർ തൻ്റെ ഭർത്താവിനോടാണ് സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് റസൂലാണ്, നമുക്ക് പ്രവാചകനാണ്, ലോകത്തിൻ്റെ അത്യുന്നതങ്ങളിൽ വിഹരിക്കുന്ന മഹാനായ പ്രവാചകൻ. പക്ഷേ ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്ക് ഭർത്താവാണ്, അവർ ഭാര്യയും ഭർത്താവുമാണ്. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും അതിൻ്റെതായ വഴക്കുകളും ചാബല്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇനി ഒരു വട്ടം കൂടി ഇത് ഉണ്ടായാൽ നിൻ്റെ തല അടിച്ച് ഞാൻ പൊളിക്കുന്നു പറഞ്ഞിട്ടാണ് വാണിംഗ് കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത്. അങ്ങനെയുള്ള വിഷയങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാര്യയെയും നമ്മുടെ ഭർത്താക്കന്മാരെയും മറ്റുള്ളവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരുമായി ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക, ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക. നമുക്കെന്താണോ അർഹതപ്പെട്ടത് അതാണ് പടച്ചോൻ നൽകിയിട്ടുള്ളത്. നമുക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ലത് ഇതാണെന്ന് കൂടി വിചാരിക്കുക. ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഭാര്യ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭർത്താവ്, ഇതിനേക്കാൾ നല്ലത് എനിക്കൊന്ന് കിട്ടാനില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവണം. കാരണം ചിലപ്പോൾ നമ്മൾ മറ്റവൻ്റെ ഭാര്യ അങ്ങനെയാണല്ലോ ഇങ്ങനെ, ചിലപ്പോൾ ആ ഭാര്യ നമ്മുടെ അടുത്തേക്ക് വന്നാൽ അള്ളാഹ് നമുക്ക് എഴുതിയ ഖദർ അതന്നെ ആയിരിക്കും. ആ പെണ്ണ് നേരെ ഈ പറഞ്ഞ പോലെ ആവും. ഓരോക്കെ പഠിച്ചോന്ന് ഓരോന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതെന്തായാലും ജീവിതത്തിൽ അനുഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് പടച്ചോന് വേണ്ടിയിട്ടാവുക. എക്സ്പെക്റ്റേഷൻസ് വളരെ കുറക്കുക. ബാധ്യതകളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാവുക. അവകാശങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് മാത്രം ചിന്തിക്കുക. കാരണം ഇവിടെ ഒന്നും ആരും പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല. ഇവിടെ ഒരു പെർഫെക്റ്റ് ജീവിതം ഇല്ല. നമുക്ക് വെറുതെ തോന്നാണ് ഒരു കുടുംബവും പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ജീവിക്കുന്നില്ല. ഇപ്പോൾ ചില എല്ലാ ഭാര്യ പറയുന്നത് മുഴുവൻ വാങ്ങിക്കൊടുക്കാൻ കൽപ്പുള്ള ഒരു ഭർത്താവ് ഭാര്യനെ കുറിച്ച് 100% തൃപ്തനായിരിക്കോ? വെറുതെ പറയാൻ. പല ആളുകൾക്കും മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ വലിയ ഇഷ്ടമുള്ള ആളുകളുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ പല ആളുകളും ഇങ്ങനെ ഭയങ്കര സ്നേഹം കാണിച്ചിട്ടും ഈ നിക്നെയിം വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചിക്കുക. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കീരിയും പമ്പായിരിക്കും. പക്ഷെ ആളുകളുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കും. ഇത് അഭിനയിച്ച് കാണുമ്പോൾ ചില പൊട്ടന്മാരും പൊട്ടത്തികളും വിചാരിക്കും ഇത് റിയാലിറ്റിയാണ്. നല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള അതേ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അതേ കുഴപ്പങ്ങളും ചാബല്യങ്ങളും അവരുടെ ജീവിതത്തിലും അവരത് സമർത്ഥമായി മറച്ചു വെക്കുന്നു. നിങ്ങളതിങ്ങനെ പാട്ടുപാടി നടക്കുന്നു. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഭാര്യയെ സ്നേഹിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയായി നോക്കൂ. നിങ്ങളിപ്പോൾ ഭാര്യയെ സ്നേഹിക്കുകയാണ് പടച്ചോന് വേണ്ടിയിട്ട്, തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളത് കൊടുത്തത് ആ ഒരു വിഷയം ഉണ്ടാവില്ല. ആരോടായാലും അങ്ങനെ തന്നെയാണ്.
ആര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും തിരിച്ചു പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് യഥാർത്ഥമായി തിരിച്ചു പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം ഈ ദുനിയാവിൽ മറ്റൊരാൾക്ക് ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവരിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനക്കേട് ഈ ദുനിയാവിൽ വേറൊരാൾ അനുഭവിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് കുടുംബജീവിതം നന്നാവാൻ നാം കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക, മനസ്സിലാക്കുക ഇത് താൽക്കാലികമാണ്, ഇത് സ്ഥിരമായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. പണ്ട് ഈ ഒരു ഹദീസുണ്ട്. ആ ഹദീസ് എന്താണ്? ഒരു ഭാര്യ ഭർത്താവിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സഹിയായ ഹദീസാണ്, ഭർത്താവിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ സ്വർഗത്തിലുള്ള ഭാര്യ പറയുന്നതാണ്, നീ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കരുത്, കാരണം അദ്ദേഹം നിൻ്റെ അടുത്തൊരു അതിഥി മാത്രമാണ്, അധികം വൈകാതെ ഞാനും അദ്ദേഹവും ഒരുമിച്ച് ചേരും എന്ന് ഭാര്യ വിളിച്ചു പറയുന്നതാണ്. സ്വർഗത്തിലെ ഭാര്യ വിളിച്ചു പറയും. സയ്യാ ഹദീസാണിത്. അതുപോലെ തിരിച്ചുണ്ടാവട്ടോ, ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസത്തോടു കൂടി സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹു അവർക്ക് വിവേചനമില്ലാത്ത പ്രതിഫലം നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞു, പിന്നെ വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയാത്തഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം, ഈ കുട്ടികളെയും മക്കളെയും ഭാര്യമാരൊക്കെ സ്വർഗത്തിൽ അള്ളാഹു ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പണ്ഡിതനോട് ഇങ്ങനെ ചോദിച്ചത്രേ, ഇവിടുന്ന് സഹിക്കുന്നതും പോരാണ്ട് ഇനി അവിടുന്ന് സ്വർഗത്തിൽ എൻ്റെ കൂടെ വരുമെന്ന്. അത്രക്ക് പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിൽ നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു ദാമ്പത്യമാണെങ്കിൽ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ രണ്ടാൾ രണ്ട് വഴിക്ക് തന്നെ ആയിരിക്കും. ഒരു സംശയവും ഉണ്ടായില്ല, ഒരു സംശയം വേണ്ട. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവ് എല്ലാം നശ്വരമാണ്. അതുപോലെ തന്നെ ഈ ദുനിയാവിലെ കുടുംബജീവിതവും ഇംപെർഫെക്റ്റാണ്. നമ്മുടെ ഭാര്യ ഇംപെർഫെക്റ്റാണ്, നമ്മൾ ഇംപെർഫെക്റ്റാണ്, ഒരുപാട് കുറവുകളുണ്ട്, കുഴപ്പങ്ങളുണ്ട്. പെർഫെക്റ്റായ ഒരു ജീവിതം, പെർഫെക്റ്റായ ഒരു ദാമ്പത്യം അത് സ്വർഗത്തിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ ദാമ്പത്യത്തെക്കുറിച്ച് ഖുർആൻ എമ്പാടും നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്. സ്വർഗത്തിൽ ഇണകൾ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ അവർ പരസ്പരം ആലിംഗനം ചെയ്യുമെന്നാണ്. ആ ആലിംഗനം ഭൂമിയിലെ 60 വർഷത്തോളം നീണ്ടു നിൽക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത് അവിടുത്തെ പാഷൻ സ്റ്റേജാണ്, അവിടുത്തെ ഓക്സിറ്റോസിൻ സ്റ്റേജാണ്. അത് അവിടെ അവസാനിക്കുന്നില്ല, അത് അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുള്ളതാണ്. അവിടെ മാത്രമേ നമുക്ക് പെർഫെക്റ്റായൊരു കുടുംബജീവിതം കിട്ടുള്ളൂ. ഇവിടെ എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ്, എല്ലാം അങ്ങോട്ട് സഹിക്കലാണ്. അതുകൊണ്ട് സഹിച്ച് ജീവിക്കാൻ തയ്യാറാവുക, പരസ്പരം സഹിക്കുക. നിങ്ങൾ സഹിക്കുന്നതിലൂടെ മറ്റുള്ളവരെ സഹിക്കാൻ പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹനത്തിലൂടെയും സഹകരണത്തിലൂടെയും സുന്ദരമായ കുടുംബജീവിതം നയിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഭാര്യയെയും ഭർത്താവിനെയും പരസ്പരം മനസ്സിലാക്കി മക്കൾക്ക് മാതൃകയായി ജീവിക്കുന്ന നല്ല കുടുംബങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.